ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ രാത്രി 12 മണിയായപ്പോൾ നമുക്കെല്ലാവർക്കും ചിക്കൻ ഫ്രൈ കഴിക്കാനൊരു ചെറിയ മോഹം. പിന്നെ വേറൊന്നും നോക്കിയില്ല, ഫ്രിഡ്ജിൽ നല്ല ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചിക്കനിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, എനിക്കത്ര ഇഷ്ടമല്ല ചിക്കൻ മസാല. പിന്നെ ഉപ്പ് ആഡ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 10-20 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാരണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഓർത്തു ഇതെന്താണ് രാത്രി 12 മണിക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാൻ മോഹം. കാരണം ഞാൻ നാളെ ഓഫീസിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ എനിക്ക് വീട്ടിലേക്ക് വരണമെങ്കിൽ 2 ആഴ്ച കഴിയണം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഇനി നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ പറ്റൂ. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകും, അല്ലെങ്കിൽ അമ്മയും ചേട്ടനും തന്നെ കഴിക്കില്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് 7up ഒക്കെ കുടിക്കുന്നുണ്ട്. 7up അത്ര നല്ലതല്ല ഹെൽത്തിന്, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതെടുത്ത് നമ്മുടെ പാനിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇത് വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരിക. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടു, പിന്നെ കുറച്ചിട്ടിട്ട് വേവിച്ചാണ് എടുത്തത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ അപ്പുറത്ത് ചപ്പാത്തി ആക്കുന്നുണ്ടായിരുന്നു. വാങ്ങിയ ചപ്പാത്തിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതിയായിരുന്നു. കാരണം രാത്രിയായില്ലേ, നമുക്ക് ചപ്പാത്തി ഒന്ന് കുഴച്ചുണ്ടാക്കാനുള്ള ഒരു എനർജി ഇല്ലായിരുന്നു ഗായ്സ്. കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല ടയേർഡായിട്ടാണ് വന്നത്. അങ്ങനെ എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്, പക്ഷേ ചിക്കനും കഴിക്കണം. അങ്ങനെ ഞാനും അമ്മയും കൂടെ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖം കണ്ട ഒരു ടയേർഡ് ഇല്ലെങ്കിലും നല്ല ടയേർഡാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുത്തു. സത്യം പറയാലോ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ചൂടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നാക്കും പൊള്ളി, പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈയും ഞാൻ കുറച്ച് സവാളയൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ സവാളയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും എല്ലാം കൂടെ കഴിച്ചു. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.